എല്ലാ പ്രേക്ഷകർക്കും ശ്രീരാമകഥാമൃതത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ഭാഗം വായിച്ചു നിർത്തിയതിൻ്റെ ബാക്കി ഭാഗം വായിക്കുകയാണ്. ബാലകാണ്ഡത്തിലെ ശ്രീരാമചന്ദ്ര കഥാതത്വങ്ങളെ ശ്രീപാർവതി ദേവിക്ക് പരമേശ്വരൻ പറഞ്ഞു കൊടുക്കുന്നതായ ഭാഗം തുടരുന്നു. എല്ലാവർക്കും ശ്രമിക്കാം. ദണ്ഡകാരുണ്യം ബുക്കകാലത്തു വിരാധനെ കണ്ടിച്ചു കുംഭോത്മനാമഗസ്ത്യനെ കണ്ട് പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോവംശത്തെയൊടുക്കുവാൻ പുക്കിതു പഞ്ചപടി ചത്രവാണിയിടും കാലം പുഷ്കരശരപരവശനായി വന്നാളല്ലോ. രക്ഷോനായകനുടെ സോദരി ശൂർപ്പണഖാലക്ഷണൻ അവളുടെ നാസികാച്ഛേദം ചെയ്തു. ഉന്നതനായ കരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14 സഹസ്രം പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ. പിന്നെ ശൂർപ്പണഖ പോയി രാവണനോട് ചൊന്നാൾ, മായയാ പൊന്മാനായി വന്ന മാരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാ മാനുഷൻ ജടായുസ്സിനു മോക്ഷം നൽകി. രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തു. പോയി ശബരി തന്നെ കണ്ട് മോക്ഷതൻ അവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു. പുക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പൂതെന്നന്യോന്യം സഖം സഖ്യം ചെയ്തു. വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു. സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം. പിന്നെ ശേഷം പുത്രമിത്രാമാത്യഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസനെ ശത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം. ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു. പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദവും കൊണ്ടയോധ്യയാം രാജ്യത്തിന് അഭിഷേകം ചെയ്തു. ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിടിനാൻ ജഗന്നാഥൻ. യാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ. ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനം. രാമനാം ജഗൽക്കുരു നിർഗുണൻ ജഗദഭിരാമൻ അവ്യയൻ അനേകനാനന്ദാത്മകൻ അനാത്മാരാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വത്ഭൃങ്ങാൻ രാമനച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ. ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല. നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞോരു നിർവൃതനൻ ഒരു വസ്തു ചെയ്യുകയിൽ ഒരു നാളും. നിർമ്മലൻ മഹീനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താനെന്നു തോന്നിക്കുന്നു. തന്മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനാ തനേനോടിങ്ങനെ സീതാദേവി കഞ്ചലോചനം തത്വം ഉപദേശിച്ച ശേഷം അജ്ഞസാരാമദേവൻ മന്ദഹാസവും പൂണ്ടു മഞ്ജുളവാച പുനരവനോടു ചെയ്തു. പരമാത്മാവാകുന്ന ബിംബത്തിൽ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ. തേജോരൂപിണിയാകുമെന്നുടെ മായതങ്കൽ വ്യാജമെന്നിയെ നിഴലിക്കുന്നു കപിവര. ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതുസകേ. തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യകാരുണ്യത്താൽ.
മദ്ഭക്തനായുള്ളവൻ ഇപ്പദമറിയുമ്പോൾ മദ്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും. മൽഭക്തി വിമുഖയാൽ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു. ഭക്തിഹീനന്മാർക്കു 100,000 ജന്മം കൊണ്ടു സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. പരമാത്മാവാം മമ ഹൃദയം രഹസ്യം ഇതൊരു നാളും മൽഭക്തിഹീനന്മാരായ്മേ വീടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ. പരമം ഉപദേശം ഇതിന്മീതയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്തു. രാമമാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമാം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷദം ഭാവഹരം ഹൃദ്യമാനന്ദോദയം. സർവവേദാന്തസാര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാഥേ. ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോടെന്നതു സത്യമല്ലോ. ജാതി നിന്ദിതൻ പരസ്ത്രീധനഹാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി സുവർണസ്ഥേയി ദുഷ്ടൻ ലോകനിന്ദിതനേറ്റം. എങ്കിലും അവൻ ഭക്തിയാരാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദം പൂർവം പൂജ്യനായി വരും. അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും. ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തെങ്ങിയിടും ഭക്തിപൂർവം അരുൾ ചെയ്തതു ദേവി. മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാകാമുക പരമേശ്വരാദയാനിധേ. പന്നക വിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ. ഛിന്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ സന്നമായിതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ. നിർമ്മലം രാമതത്വാമൃതമാം രസായനം ത്വന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരികെന്നുള്ളതില്ലയല്ലോ. നിർണയം അതുമൂലമൊന്നുണ്ടു ചൊല്ലുന്നു ഞാൻ. സംക്ഷേപിച്ചരുൾ ചെയ്തതേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തന്മാഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ. കിംഗണന്മാരായുള്ളോർക്കർത്ഥവുമുണ്ടായി വരാം. കിംവൃണന്മാർക്കു നിത്യസൗഖ്യമുണ്ടായി വരാം. സംക്ഷേപിച്ചരുൾ ചെയ്തേതുമേ മതിയല്ല. സാക്ഷാൽ ശ്രീനാരായണൻ തന്മാഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ. കിങ്കണന്മാരായുള്ളോർക്കർത്ഥവുമുണ്ടായി വരാം. കിംവൃണന്മാർക്കു നിത്യസൗഖ്യവും ഉണ്ടായി വരാ. കിം ദേവന്മാർക്കു ഗതിയും പുനരതുപോലെ. ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ. ഈശ്വരൻ ദേവം പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യമിങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി കേട്ടുകൊള്ളുകെന്നരുൾ ചെയ്തു. വേദാഭുശതകോടി ഗ്രന്ഥവിസ്തരം പുരാവേദ സംഹിതം അരുൾ ചെയ്തതു രാമായണം. വാൽമീകി പുനരിതു 24,000 നാൻമുഖൻ യോഗത്താൽ മാനുഷ്യമുക്ത്യർത്ഥമായി ചമച്ചാൻ. അതിലിതു ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനാനേവം പുരാ. അത്യാത്മരാമായണം എന്ന പേരിന്നിതിനധ്യയനം ചെയ്യുന്നോർക്ക് അത്യാത്മജ്ഞാനമുണ്ടാം. പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയുമുണ്ടാം. ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും. എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ. ഹരേ രാമ 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 ഹരേ ഹരേ. ശിവൻ കഥാഖ്യാനം ചെയ്തു തുടങ്ങുന്നു. ഭൂമിയിൽ ശ്രീരാമനായിട്ട് മഹാവിഷ്ണു അവതരിക്കുന്നതിൻ്റെ സാഹചര്യം വിവരിച്ചുകൊണ്ടാണ്
പരമേശ്വരൻ തൻ്റെ കഥാകഥനം തുടങ്ങുന്നത് തന്നെ. പങ്ക്തികന്ധരമുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സരസാസന ലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുകയെന്നേ മറ്റൊരു കഴിവില്ല. സാരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഢഖേദം തമ്മെ കൂട്ടിക്കൊണ്ടങ്ങുപോയി ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിന്മാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷസൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. അന്നേരമൊരു 10,000 ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ച് ഉയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു പത്മലോചനനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദർശമായ ഭഗവത് രൂപം മനോഹരം ചന്ദ്രികാ മന്ദസ്മിത സുന്ദരാനന പൂർണ്ണ ചന്ദ്രമണ്ഡലമരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാപം പരമിന്ദിരാ മനോഹരമിൻ മന്ദിരവക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം വത്സലാഞ്ജനവത്സം പാദപങ്കജഭക്തവത്സലം സമസ്തലോകോത്ഭവം സൽസേവിതം മേരുസന്നിഭകിരീടോദ്യൽ കുണ്ടലമുക്താഹാരകേയുരംഗതകടകടിസൂത്രവേലയാങ്കുലീയകാദ്യ അഖില വിഭൂഷണ കലിത കളേബരം കമലാമനോഹരം കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദമൂർത്തേ ഭഗവാൻ ജയ ജയ. മോക്ഷകാമികളായ ശുദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിന്നരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തുതേ സകല ജഗൽപദേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ നിത്യജ്ഞാനാനന്ദാനന്ദാമൃതാദ്വയമേകം നിത്യവും നമോസ്തുതേ കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായക പോറ്റി നിത്യവും നമോസ്തുതേ. സ്വാധ്യായ തപോദാനയജ്ഞാതികർമ്മങ്ങളാൽ സാധ്യമെല്ലാമല്ലൊരുവനും കൈവല്യമൊരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭഗവത്പാദഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനുമാവതില്ല. നിന്തിരുവടിയുടെ ശ്രീപാദാംബുജ ദ്വന്ദ്വമന്തികയെ കാണായി വന്നിതെനിക്കു ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ നിത്യവും ഭക്ത്യാ ബുദ്ധ്യാ ധരിക്കപ്പെട്ടോരു നിൻ പാദപങ്കജങ്ങളിൽ ഭക്തി സംഭവിക്കണം ചേതസീ സദാകാലം ഭക്തവത്സലാ പോറ്റി. സംസാരാമയം പരിതപ്തമാനസരന്മാരാം പുംസാം ത്വത്ഭക്തിയൊഴിഞ്ഞില്ല ഭേഷമേതും മരണമോർത്തു മമ മനസി പരിതാപം കരുണാമൃതനിധേ പെരികെ വളരുന്നു. മരണകാലേ തവ ചരുണാരുണ സമചരണ സരസിജ സ്മരണമുണ്ടാവാനായി തരികാവരം നാഥ കരുണാകര പോറ്റി ശരണം ദേവാരമാരമണാധരാപദേ പരമാനന്ദമൂർത്തേ ഭഗവാൻ ജയ ജയ. പരമാത്മൻ പരബ്രഹ്മാഖ്യ ജയ പരാചിന്മയ പരാപരാ പത്മാക്ഷ ജയ വരദനാരായണ വൈകുണ്ഠ ജയ ജയ. ചതുരാനനനിധി സ്തുതി ചെയ്തൊരു നേരം മധുരതരം അതീവിശദസ്മിതപൂർവം അരുളി ചെയ്തു നാഥനെന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാനിവിടെ കുഴറ്റോടെ വരുവാൻ മൂലം അത് ചൊല്ലുകന്നതു കേട്ടു സരസീരുപവന്നീ വണ്ണമുണർത്തിച്ചു. നിന്തിരുവഴി തിരുവള്ളത്തിലേറാതെ കണ്ടെന്തൊരു വസ്തു ലോകത്തിങ്കൽ ഉള്ളതു പോറ്റി
എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിരിക്കാലം നാഥ. പൗരസ്ത്യതനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചിതു മിക്കതും ജഗൽപദേ. മദ്ദത്ത വരബല ദർപ്പിതനായിട്ടതിൻ നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാം. അയ്യോ, ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവനേകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം. ഭാഗശാസനനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ. യാഗാദി കർമ്മങ്ങളും മുടങ്ങി അത്രയല്ല യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു. ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും. മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ. മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജഗൽപദേ. നിന്തിരുവടി തന്നെ മർത്യനായി പിറന്നിനി പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം ദയാനിധേ. സന്തതം നമസ്കാരമതിന്നു മധുരിപോ ചെന്തളിരടിയണ ചിന്തിക്കയായി വരേണമേ. പത്മസംഭവനിത്തമുണർത്തിച്ചതു നേരം പത്മലോചനൻ ചിരിച്ചരുളി ചെയ്താനേവം. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി. ദത്തമായുതുവരം സുപ്രസന്നേന മയാ തദ്വജ സത്യം കർത്തുമുദ്യോഗമദ്ദൈവമേ. കശ്യപൻ ദശരഥൻ ആത്മനാ രാജന്യേന്ദ്രനായി കാശ്യപീതലേ തിഷ്ടത്യധുനാ വിധാതാവേ. തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും തസ്യമാത്മാജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരനായി 3 പേരുണ്ടായി വരും. ചിൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി. യോഗമായ ദേവിയും ജനകാലയെ വന്നു കികസാത്മജകുലനാശകാരിണിയായി. മേദിനി തന്നില്ലയോ നിജയായുണ്ടായി വരും. ആതിഥേയന്മാർ കവിവീരരായി പിറക്കേണം. മേദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പൻ എന്നാൻ എന്നരുൾ ചെയ്തു നാഥൻ. വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആദി തീർന്നതു നേരമാതിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി. ഖേദവും അകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണു നമസ്കാരവും ചെയ്താൻ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോടരുളി ചെയ്താനേവം. ദാനവാരാധി കരുണാനിധി ലക്ഷ്മിപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും വാസരാധീശാന്വയെ സാദരം. അയോധ്യയിൽ വാസവാദികളായ നിങ്ങളും ഒന്നു വേണം. വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമി മണ്ഡലേ പിറക്കേണം. മാനിയാം ദശാനന ഭൃത്യന്മാരാകും യാതുദാനവീരന്മാരോട് യുദ്ധം ചെയ്വതിന്നോരോ കാനന നഗരി ഗുഹാദ്വാരവൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായതും വൈകിടാതെ. സൂത്രാമാദികളോട് പത്മസംഭവൻ നിജഭർത്തൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി. സത്യലോകവും ബുക്കു സത്വരം ധരിത്രിയും അസ്തസന്താപം സ്വസ്ഥയായി മരുവിനാർ. തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിബുധന്മാരൊക്കവേ ഹരിരൂപധാരികളായാലല്ലോ. മാനുഷഹരി സഹായാർത്ഥമായി തതസ്തോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ പർവ്വതവൃക്ഷോപലയോധികളായുന്നത പർവ്വതതുല്യ ശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവി സുഹിച്ചു വാണാരല്ലോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ശ്രീരാമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അവതാര ലക്ഷ്യം എല്ലാം ഈ ബാലകാണ്ഡത്തിലൂടെ പറയുകയാണ്. ശ്രീ പരമേശ്വരിക്ക് ശ്രീ മഹാദേവൻ ശ്രീരാമതത്വത്തെ ഉപദേശിച്ചു കൊടുത്ത് ആ തത്വത്തിൻ്റെ മഹാത്മ്യത്തെ ശ്രീ പാർവതീദേവി മനസ്സിലാക്കി ശ്രീരാമേന്ദ്രൻ്റെ കഥയിലോട്ട് ശ്രീരാമേന്ദ്രനും മഹാലക്ഷ്മിയുമായിട്ടുള്ള ബന്ധങ്ങളും ആ കഥയിലോട്ട് കടക്കുകയാണ്. ബാലകാണ്ഡത്തിലൂടെ നമുക്ക് ശ്രീരാമേന്ദ്രൻ്റെ മഹാത്മ്യങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞു തുടങ്ങുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത ബാക്കി ഭാഗം അടുത്ത ദിവസത്തെ പാരായണത്തിലൂടെ നമുക്ക് ശ്രവിക്കാം. എല്ലാവർക്കും ശ്രീരാമേന്ദ്രൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ.